ഇതെൻ്റെ തിരക്ക് പിടിച്ചൊരു സൺഡേ ദിവസത്തെയാണ് കേട്ടോ, യാത്ര ചെയ്ത ദിവസത്തെയാണ്. ഞാൻ സൺഡേ മിക്കവാറും വീട്ടിലിരിക്കുകയാണ് എനിക്ക് കൂടുതലിഷ്ടം. പിന്നെ ഇടയ്ക്കൊക്കെ മാത്രമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിലും പുറത്തേക്കൊക്കെ പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. തലേ ദിവസം ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വായോ ആൻറ്റിക്ക് ലീവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് ഞാൻ ഭയങ്കര കണക്ഷൻ, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞതേ ഞാൻ അവിടെ എത്തി, അവിടെ പോയി. അപ്പോൾ അവർ കേക്കൊക്കെ തന്നു. ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് ഉണ്ണിവാവനെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് പോയത്. ഇതാണ് ചിക്കൻ. അപ്പോൾ അവൻ ഞാൻ ചെന്നപ്പോഴൊന്നും എൻ്റെ അടുത്തേക്ക് അധികം വന്നൊന്നുമില്ല, അവ ഉറങ്ങി എണീക്കണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ താല്പര്യമൊന്നുമില്ല ഫോട്ടോ എടുക്കാൻ, എന്നാലും എൻ്റെ അടുത്തേക്കൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒക്കെ അടുത്ത് കുറച്ച് നേരം കളിച്ച് എന്നാൾ സെറ്റായി ചിരിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്നാലും ആളിങ്ങനെ ഇടയ്ക്ക് നോക്കും. പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി കഴിഞ്ഞ് പിന്നെ ഞാൻ അവനെ, ഉണ്ണിയുടെ വീട് അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വർത്താനമൊക്കെ അവനോട് പറയുന്നുണ്ട്. അവന് തിരിച്ച് പറയാറായിട്ടില്ല, 1 വയസ്സായിട്ടുള്ളൂ. എന്നാലും അവൻ ഓരോന്ന് കാണുമ്പോൾ ഒന്നൊക്കെ അങ്ങനെ കൈ കൊണ്ട് കാണിക്കുക, വർത്താനമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാനായിട്ട് സെറ്റായിട്ട് ആൾ വലിയ കുഴപ്പമുണ്ടായില്ല, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വേഗം വന്നപ്പോൾ അമ്മാമ്മ ചോറുണ്ണാൻ പറഞ്ഞ് ചോറൊക്കെ തന്നു. അപ്പോൾ ഉണ്ണിയുടെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർ ഞാൻ ചെല്ലാവുന്ന കാരണം കൊണ്ട് എനിക്ക് ഫുഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞത് അവനെ അപ്പാപ്പൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. വണ്ടി ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ അവനെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തും. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് അത് ചിരിച്ച് ഇരിക്കണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് 2:30 ആയപ്പോൾ തിരിച്ച് പോകുന്നു. കാരണം അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ വണ്ടി ഉണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടാക്കി തരും. എന്നാലും ഞാൻ പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ. ബസ് കയറി പോകുന്നു. ഇത് പിന്നെ വൈകുന്നേരം അവരെനിക്ക് അയച്ചെന്ന ഫോട്ടോയാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ണിക്കൊരു ഡ്രസ്സ് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് ഇതെൻ്റെ അമ്മാമ്മയാണ് കേട്ടോ. അമ്മാമ്മ ഉണ്ണീൻ്റെ അടുത്ത് നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ കളിക്കണം ഇതൊക്കെ അയച്ചെന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ ഉണ്ണിയുടെ മാമോദീസയുടെ ഫോട്ടോയാണ് കേട്ടോ. ഈ ഫോട്ടോ ഇതിന് മുമ്പും പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ തന്നെ. ഞാൻ അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഈ ഫോട്ടോ ഞാൻ അവനെ വിഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഫോട്ടോയാണ് കേട്ടത്. ഇപ്പം എൻ്റെ പിള്ളേരുടെ കൂടെ വരെ എനിക്ക് ഇങ്ങനെ ഇത്തിരി ഒരു ക്ലിയർ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എൻ്റെ ഓർമ്മയിൽ ഇത്രയും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തുള്ളത് ഇല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്കതൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു ഫോട്ടോ. അങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ ഞാനായാലും അച്ഛൻ്റെ വീട്ടുകാരും മാമിയും പാപ്പനും ഒക്കെ ആയിട്ട് കുറച്ചധികം എന്താ പറയുക, ഇതിനെ ഭയങ്കര കണക്ഷനുള്ള ഒരാളാണ്. കാരണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എന്നെ ചേർത്ത് പിടിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ ആവാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ ജനിച്ചന്ന് തൊട്ടിട്ട് എന്നെ ഈ നിമിഷം വരെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൻറ്റിയും മാമിയും അച്ഛനും ഒക്കെ ആയാലും എന്താടി നീ കാര്യം പറയുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെന്നെ അതിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. മെൻ്റലി ആയിക്കോട്ടെ, എന്ത് തരത്തിലായിക്കോട്ടെ, എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കൊരു വിഷമം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ മുഖം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ മോനാണ് കേട്ടോ, ഇതെൻ്റെ അനിയത്തി. അപ്പോൾ ഞങ്ങൾ അന്ന് ഉണ്ണിയുടെ പരിപാടിയുടെ അന്ന് തന്നെ എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആൻറ്റീനെ കണ്ടില്ലല്ലേ, ഇതാണ് കേട്ടോ ആൻറ്റി. ആൻറ്റിക്കായിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ട് എൻ്റെ അമ്മ മരിച്ചിട്ടും മരിക്കണേക്കാളും മുമ്പും ഒക്കെ അമ്മയെക്കാളും കൂടുതൽ അടുപ്പം ആൻറ്റിയോടും മേമോടൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതത് കഴിഞ്ഞിട്ട് ഞാൻ ആരവിനെയും അനയനെയും കൊണ്ടുവരാൻ പോയിട്ട് വരുന്ന വഴിക്ക് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അവർ രണ്ടുപേർക്കും വാച്ച് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനയുടെ വാച്ച് അനയ അവിടെ നിന്ന് പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തോ ലൈറ്റ് ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതാണ് കേട്ടത്.